കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്ത് കടിച്ചു തൂങ്ങാനില്ലെന്ന് കെ സുധാകരൻ എം പി. ആർക്ക് വേണമെങ്കിലും പ്രസിഡന്റാകാം. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വരെ തനിക്ക് ആഗ്രഹമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കെപിസിസി പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന വാശിയൊന്നും തനിക്കില്ലെന്ന് കെ സുധാകരൻ എം പി പറഞ്ഞു. ഈ സ്ഥാനം ഒരു ആഡംബരമായി കൊണ്ടു നടക്കുന്നുമില്ല. എഐസിസിക്ക് ആരെയും പ്രസിഡന്റാക്കാം. മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി ശഠിക്കാനും താനില്ലെന്നും കെ സുധാകരൻ എം പി പറഞ്ഞു. എനിക്ക് ഇത് ഒരു വലിയ ആഡംബരവും അലങ്കാരവുമായി വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലൊന്നും ഞാനില്ല. ആർക്കും എഐസിസിക്ക് ഏത് പ്രസിഡന്റിനെയും വെക്കാം. ഞാൻ ആ പ്രസിഡന്റിന് സഹകരണം പിന്തുണ എല്ലാം കൊടുക്കും. എൻ്റെ ഒരു വലിയ സ്വപ്നമോ ഒരു വലിയ ഇതൊന്നുമല്ല പിന്നെ കെപിസിസി പ്രസിഡന്റ്. ഈവൻ മുഖ്യമന്ത്രി പോലുമല്ല. ഞാൻ അതിനൊന്നും ശഠിക്കാൻ പോകുന്നുമില്ല. എൻ്റെ രാഷ്ട്രീയം CPM-നെതിരെയുള്ള കോൺഗ്രസ് രാഷ്ട്രീയമാണ്. 6 വയസ്സ് മുതൽ 6, 7, 8 വയസ്സ് മുതൽ ഞാൻ CPM-നെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. ആ ഫൈറ്റ് ഇപ്പോഴും തുടരും. ആ ഫൈറ്റിൻ്റെ ഭാഗമായി ഇത്തവണയും പിണറായി വിജയനെ അധികാരത്തിലെത്തിക്കാതിരിക്കാനുള്ള പ്രവർത്തനമാണ് എൻ്റെ പ്രവർത്തനം. എൻ്റെ ലക്ഷ്യം, എൻ്റെ ടാർഗറ്റ് അതാണ്. ജീവിതകാലം മുഴുവൻ CPM-നെതിരെ പോരാടിയ ആളാണ് താൻ. അത് തുടരും. പിണറായി വീണ്ടും അധികാരത്തിൽ എത്താതിരിക്കലാണ് തൻ്റെ ലക്ഷ്യം. കെപിസിസി പുനഃസംഘടനാ ചർച്ച മാധ്യമ സൃഷ്ടി മാത്രമാണ്. രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനം നടക്കാതെ പോയത് AICC സെക്രട്ടറി PP മോഹന് കാർ അപകടത്തിൽ പരിക്കേറ്റതുകൊണ്ടാണ്. അത് എല്ലാവർക്കും അറിയാം. എന്നിട്ടും വാർത്തയുണ്ടാക്കി പത്രത്തിൽ കൊടുത്തത് തറവാടിത്തമില്ലായ്മയാണെന്നും കെ സുധാകരൻ കുറ്റപ്പെടുത്തി. അന്നെന്തുകൊണ്ടാണ് സമ്മേളനം നടത്താതെ പോയത്? എല്ലാ ആളുകൾക്കും അറിയാം, മാധ്യമങ്ങൾക്കും അറിയാം, തിരുവനന്തപുരത്തെ മുഴുവൻ മാധ്യമങ്ങൾക്കും അറിയാം എന്തുകൊണ്ടാണ് എന്ന്. എന്നിട്ട് നിങ്ങൾ ഈ രീതിയിലൊരു വാർത്തയുണ്ടാക്കി പത്രത്തിൽ ഇത് അടിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തറവാടിത്തമില്ലായ്മയാണ്. എല്ലാവർക്കും ഒരു അന്തസ്സില്ലേ, അഭിമാനമില്ലേ, വ്യക്തിത്വമില്ലേ? നിങ്ങൾക്കും വേണ്ടി ആ വ്യക്തിത്വം എന്തെങ്കിലും കള്ളം പ്രചരിപ്പിക്കലാണോ നിങ്ങളുടെ വ്യക്തിത്വം? ഒരു AICC ജനറൽ സെക്രട്ടറി ഒരു ആക്സിഡൻ്റായിട്ട് ആശുപത്രി കിടക്കുമ്പോൾ നമ്മൾ പത്രസമ്മേളനം നടത്തുക വേണ്ട? ഉച്ചവരെയില്ല. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങളൊക്കെ ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നു. ഞാനൊക്കെ പുറപ്പെട്ടത് ആദ്യം പിന്നെ ഇവിടത്തേക്കാണ്. ജില്ലയിൽ എവിടെയായിരുന്നത്? കോട്ടയത്തായിരുന്നു. പക്ഷേ അവിടുന്ന് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു എറണാകുളത്തേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ എറണാകുളത്ത് എത്തുമ്പോൾ തന്നെ 5 മണിയായി. കെ സുധാകരൻ മാറുമ്പോൾ VD സതീശനും മാറണം എന്നൊന്നില്ല. സതീശൻ മാറുമ്പോൾ സുധാകരൻ മാറണം എന്നും നിയമമില്ല. രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒരു വാക്കേറ്റവും ഉണ്ടായിട്ടില്ല. ജയിക്കാൻ സാധ്യതയുള്ള നിയോജക മണ്ഡലങ്ങൾ ഏതെന്ന് വിലയിരുത്തി അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ശക്തമാക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.